ഹലോ എവറി വൺ. ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോകുന്ന 10th ബയോളജി സെക്കൻഡ് ചാപ്റ്റർ വിൻഡോസ് ഓഫ് നോളജ് ആണ്. ഇവിടെ ഒരു ന്യൂസ് കട്ടിംഗ് തന്നിട്ടുണ്ട്. ഇതിൽ മെയിൻലി പറയുന്നത് നേപ്പാളിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള കാഠ്മണ്ഡുവിൽ ഒരു എർത്ത്ക്വേക്ക് ഉണ്ടായി. അപ്പോൾ കുറേ ആൾക്കാർ ട്രാപ്ഡ് ആയിപ്പോയി, കൊളാപ്സ്ഡ് ആയിട്ടുള്ള തകർന്ന ബിൽഡിങ്സിൻ്റെ ഇടയ്ക്ക് ട്രാപ്ഡ് ആയിപ്പോയി. അപ്പോൾ അവരെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത് ഡോഗ്സ് ആണ്. അപ്പോൾ ഈ ഒരു ന്യൂസ് കട്ടിംഗ് നിങ്ങൾക്ക് തന്നേക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഉള്ളിൽ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡോഗ്സിന് മനുഷ്യരെക്കാട്ടിൽ കൂടുതൽ ഇങ്ങനെയുള്ള സർക്കംസ്റ്റൻസസിൽ കുടുങ്ങിയൊക്കെ കിടക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റുന്നു? ഇപ്പം നമുക്ക് തന്നെ അറിയത്തില്ലേ, എന്തെങ്കിലും ക്രൈമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഡോഗ് സ്ക്വാഡ് ആയിരിക്കും കൊണ്ടുവന്ന് പരിശോധിക്കുക. നമുക്ക് മനുഷ്യർക്ക് അറിയാൻ പറ്റാത്ത തരത്തിലുള്ള സ്മെൽ, അപ്പോൾ അത് ഡോഗിന് അറിയാൻ പറ്റുന്നുണ്ടെന്ന് നമുക്കിതൊന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്കത് പറ്റുന്നതെന്നുള്ളതാണ് നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ ഇൻട്രോ പോർഷൻ പറയണേ. The number of receptors in the sense organs is different in different organisms. അതായത് ഈ റിസപ്റ്റേഴ്സ് നമ്മുടെ സെൻസ് ഓർഗൻസ് ആയിട്ടുള്ള കണ്ണ്, മൂക്ക്, ചെവി, ഇവിടെയൊക്കെ റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ റിസപ്റ്റേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഓരോ ഓർഗാനിസംസിലും ഓരോ ജീവികളിലും ഡിഫറെൻ്റ് ആണ്. The surface of a postage stamp is enough to arrange all the olfactory cells of the nose of a human being. അതായത് ഇവിടെ പറയണത് എന്താ, ഒരു കുഞ്ഞ് സ്റ്റാമ്പ്, നമ്മുടെ ലെറ്റർ ഒട്ടിക്കുന്ന സ്റ്റാമ്പ് അറിയത്തില്ലേ, ലെറ്റർ പോസ്റ്റ് സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അതിലൊട്ടിക്കുന്ന സ്റ്റാമ്പ്, ആ സ്റ്റാമ്പിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു പ്രതലം കിട്ടിയിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ മൂക്കിലുള്ള റിസപ്റ്റർ സെൽസ് ആയിട്ടുള്ള ഓൾ ഫാക്ടറി സെൽസിനെ എല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഓൾ ഫാക്ടറി സെൽസിനെ മൊത്തം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാമ്പിൻ്റെ സർഫസ് മതി ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്താ പറയണേ, ബട്ട് എ ലാർജ് സ്കാർഫ് ഈസ് റിക്വയർഡ് ടു അറേഞ്ച് ദ ഓൾഫാക്ടറി സെൽസ് ഓഫ് എ ഡോഗ്. ഒരു നായേൻ്റെ ഓൾഫാക്ടറി സെൽസ് എന്ന് പറയുന്നത് നമുക്ക് മണം പിടിക്കാൻ സഹായകമായിട്ടുള്ള റിസപ്റ്റർ സെൽസിനെയാണ് ഓൾഫാക്ടറി സെൽസ് എന്ന് പറയുന്നത്. ആ ഓൾഫാക്ടറി സെൽസിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്കാർഫ് തന്നെ വേണ്ടി വരും, അത്രയും വലുതാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലായിക്കൂടെ, മനുഷ്യൻ്റെ ഓൾഫാക്ടറി സെൽസിനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു സ്റ്റാമ്പിൻ്റെ അത്രയും സൈസ് മതിയായിരിക്കും. അതേസമയം ഒരു നായയുടെ എല്ലാ ഓൾഫാക്ടറി സെൽസും അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ ഒരു സ്കാർഫ്, ഒരു കർച്ചീഫിൻ്റെ അത്രയും ഒരു സൈസുള്ളൊരു പ്രതലം വേണം എന്നാണ് പറയണേ. ഓക്കെ, now you might have understood that the number of receptors influence the efficiency of sense organs. There are different types of receptors in our sense organs to receive stimuli. Expand the given table by adding sense organs and their receptors. അപ്പം നമുക്കിപ്പം മനസ്സിലായിട്ടുണ്ട് എന്താ, നമ്മുടെ റിസപ്റ്റർ സെൽസ്, ഓരോ സെൻസ് ഓർഗൻസ്, നമ്മുടെ ചെവി, നമ്മുടെ മൂക്ക്, കണ്ണ്, അതുപോലെ തന്നെ ത്വക്ക്, നാക്ക്, ഇത്ര 5 കാര്യങ്ങളാണ് സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ റിസപ്റ്റർ സെൽസ്, പലതരത്തിലുള്ള റിസപ്റ്റർ സെൽസ് ഉണ്ട്. അപ്പോൾ ഈ റിസപ്റ്റർ സെൽസിൻ്റെ എണ്ണം ഓരോ ജീവികളിലും വ്യത്യാസമായിരിക്കും. അപ്പം അതൊക്കെയാണ് നമ്മളെ ഒരു സ്റ്റിമുലൈ റിസീവ് ചെയ്യാനും അതിനെ തിരിച്ചറിയാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ നിങ്ങൾക്ക് എന്താ ഫില്ല് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സെൻസ് ഓർഗൻസ് തന്നിട്ടുണ്ട്, എന്താണ് അവിടെയുള്ള റിസപ്റ്റർ, എന്താണ് സ്റ്റിമുലസ് എന്നും ഫില്ല് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്ത് നോക്കിയാലോ. സെൻസ് ഓർഗൻ എന്ന് പറയുമ്പോഴത്തേക്കും ഐ ഫസ്റ്റ് സെൻസ് ഓർഗനായിട്ട് പറയുകയാണെങ്കിൽ അതിലെ റിസപ്റ്റർ ഏതായിരിക്കും? ഫോട്ടോ റിസപ്റ്റർ. അപ്പം നിങ്ങൾ അവിടെ ഫില്ല് ചെയ്യുക. ഐ സെൻസ് ഓർഗൻ ആകുമ്പോഴത്തേക്കും ഐയിലുള്ള റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് ആണ്. 2 ടൈപ്പ് റിസപ്റ്റേഴ്സ് ഉണ്ട്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ അടുത്തടുത്ത പോർഷനിൽ പഠിക്കും. ഐ റിസപ്റ്ററിൻ്റെ പേര് ഫോട്ടോ റിസപ്റ്റർ. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുവാ, വിഷൻ, കാണുന്നതാണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഇയർ വരുമ്പോൾ അവിടെ റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ ഓഡിറ്ററി റിസപ്റ്റേഴ്സാണ്. നമുക്ക് കേൾക്കാൻ സഹായിക്കുന്ന ഓഡിറ്ററി റിസപ്റ്റേഴ്സ് നമ്മുടെ ചെവിക്കുള്ളിലുണ്ട്. അപ്പോൾ റിസപ്റ്റർ എന്ന് പറയുന്ന ഓഡിറ്ററി റിസപ്റ്ററാണ്. സ്റ്റിമുലസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഹിയറിംഗ് ആണ്. അവിടെ നമുക്ക് സ്റ്റിമുലസ് എന്ന് വെച്ചാൽ എന്തുവാ, അവിടെ ചെവി കൊണ്ട് നമുക്ക് എന്താ ഉപയോഗം, കേൾക്കുക എന്നുള്ളതല്ലേ. അപ്പം അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ സ്റ്റിമുലസ് ഹിയറിംഗ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം ടങ്ക് പറയുന്നുണ്ട്. ടങ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നാക്ക് വെച്ചിട്ട് എന്തൊക്കെ ടേസ്റ്റ് അറിയുന്നതല്ലേ, നമുക്ക് പുളിപ്പറിയാൻ പറ്റും, മധുരം അറിയാൻ പറ്റും, കയ്പറിയാൻ പറ്റും, എരിവറിയാൻ പറ്റും. ഇതിനെല്ലാമുള്ള റിസപ്റ്റേഴ്സ് നമ്മുടെ ടങ്കിലുണ്ട്. അപ്പം നമുക്ക് പൊതുവായിട്ട് ഇവരെല്ലാവരെയും കൂടെ ചേർത്ത് ടേസ്റ്റ് റിസപ്റ്റേഴ്സ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ടങ്കിൽ ആരാ ഉള്ളത്? ടേസ്റ്റ് റിസപ്റ്റേഴ്സാണ് ടങ്കിലുള്ളത്. സ്റ്റിമുലസ് എന്ന് പറയുന്നത് ടേസ്റ്റ്. ഓക്കെ, സ്കിന്നിലും മെയിൻലി ഒരു 4-5 ടൈപ്പ് റിസപ്റ്റേഴ്സ് ഉണ്ട്. കാരണം നമുക്ക് സ്കിന്നിൽ ഇപ്പം തൊട്ടാൽ അറിയാൻ പറ്റും, നമ്മുടെ തൊലിയിൽ ആരെങ്കിലും തൊട്ടാൽ അറിയാൻ പറ്റും. അപ്പോൾ ആ ടച്ചിങ് അറിയാൻ വേണ്ടിയിട്ട് വേറെ റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും.
എന്തെങ്കിലും പെയിൻ സെൻസേഷൻ ഉണ്ടാ വേദന ഉണ്ടായാൽ അറിയാൻ പറ്റും. അപ്പോൾ അതിനുള്ള റിസപ്റ്റേഴ്സ് നമ്മുടെ ബോഡിയിൽ സ്കിന്നിൽ ഫുൾ ഉണ്ട്. പിന്നെ ചൂടോ തണുപ്പോ ഒക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള റിസപ്റ്റേഴ്സ് നമ്മുടെ നമ്മൾ സ്കിന്നുകൊണ്ട് ഒരുപാട് സെൻസേഷൻസ് അറിയുന്നതുകൊണ്ട് ഈ സെൻസേഷൻസ് എല്ലാം അറിയാൻ കഴിയുന്ന തരത്തിലുള്ള റിസപ്റ്റേഴ്സ് നമ്മുടെ ബോഡിയിലുണ്ട്. അതിന് എക്സാമ്പിൾസാണ് കീമോ റിസപ്റ്റർ ഉണ്ട്, അതുപോലെ തെർമോ റിസപ്റ്റർ ഉണ്ട്. ഇതുപോലെ 1-2 അധികം റിസപ്റ്റേഴ്സ് കൂടെ നമ്മുടെ സ്കിന്നിലുണ്ട്. അതാണ് സ്കിന്നിലുള്ള റിസപ്റ്റേഴ്സ്. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ പലതരത്തിലാണ്. ഇപ്പം നമുക്ക് ടച്ച് അതറിയാൻ പറ്റും, ടച്ച് ചെയ്യുന്ന അറിയാൻ പറ്റും, പെയിൻ അറിയാൻ പറ്റും, അങ്ങനെ അതുപോലെ ഹീറ്റ്, കോൾഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും സ്കിന്നിൽ. നോസ് എന്ന് പറയുമ്പോൾ ഓൾഫാക്ടറി റിസപ്റ്റർ അവിടെ തന്നിട്ടുണ്ട്. ഓൾഫാക്ടറി റിസപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ സ്മെൽ അറിയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന റിസപ്റ്റേഴ്സിനെയാണ് നമ്മൾ ഓൾഫാക്ടറി റിസപ്റ്റർ എന്ന് പറയുക. എന്താണ് അവിടുത്തെ സ്റ്റിമുലസ്? സ്മെല്ല്. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻസ് ഓർഗൻസും അവിടേക്കുള്ള റിസപ്റ്റേഴ്സിനെയും എന്തൊക്കെയാണ് സ്റ്റിമുലസ് എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. ഇനി നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്ന ഓരോ സെൻസ് ഓർഗൻസിനെയും അവിടെ ഉള്ള റിസപ്റ്റേഴ്സിനെ കുറിച്ചും ഒരു സ്റ്റിമുലസ് ഇപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് എങ്ങനെ കാണുന്നു, ചെവി കൊണ്ട് എങ്ങനെ കേൾക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ പോർഷൻ ഐ ആണ്, കണ്ണിന്. അപ്പോൾ നമുക്ക് ഐനെ കുറിച്ച് പറഞ്ഞാലോ. ഐ ഈസ് ദ മേജർ സെൻസ് ഓർഗൻ ദാറ്റ് ഹെൽപ്സ് ദ ബ്രെയിൻ ടു ഇവോക്ക് സെൻസേഷൻ. കണ്ണെന്ന് പറയുന്നത് എന്താ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെൻസ് ഓർഗനാണ്. നമ്മുടെ ബ്രെയിനിനെ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെൻസ് ഓർഗൻ. അപ്പോൾ 5 സെൻസ് ഓർഗൻസും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ പറയാം ഐ ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന്. കാരണം കണ്ണില്ലാത്തൊരു അല്ലെങ്കിൽ കാഴ്ചയില്ലാത്തൊരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തോരം ബുദ്ധിമുട്ടുണ്ടാവില്ലേ അത്. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഐയുടെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഈ ടേബിൾ ഇവിടെ തന്നിരിക്കുന്നത് ഐയുടെ കുറച്ച് പാർട്സും ഓക്സിലറി ഭാഗങ്ങളൊക്കെയാണ്. അപ്പം എങ്ങനെ ഐനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ മുഖത്ത് എങ്ങനെയാണ് ഐ കറക്റ്റായിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഈ ഒരു ടേബിളിൽ ഡിസ്കസ്ഡ് ആയിട്ടിരിക്കണേ. ഓക്കെ, നമുക്ക് നോക്കാം. ഐ സോക്കറ്റ് അറിയാമല്ലോ. നമ്മുടെ തലയോട്ടി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 2 വലിയ കുഴി ഉണ്ടാവും കണ്ണിൻ്റെ സ്ഥാനത്ത്. ആ 2 വലിയ ഡിപ്രഷൻസിനെ പറയുന്ന പേരാണ്, സ്കള്ളെന്ന് പറയുന്ന തലയോട്ടി, സ്കള്ളിലെ 2 വലിയ ഡിപ്രഷൻസിനെ പറയുന്ന പേരാണ് ഐ സോക്കറ്റ്. അപ്പോൾ ഈ ഐ സോക്കറ്റിനകത്താണ് എന്തുവാ നമ്മുടെ കണ്ണ് ബേസിക്കലി ഇരിക്കുന്നത്. ഓക്കെ, അടുത്ത് എക്സ്റ്റേണൽ ഐ മസിൽസ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഐ സോക്കറ്റിനകത്ത് വെറുതെ ആയിരിക്കുമോ, മസിൽസൊക്കെ വെച്ച് കറക്റ്റായിട്ട് അറ്റാച്ച് ആയിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ അവിടെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ എക്സ്റ്റേണൽ ഐ മസിൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഐ ബോൾസിനെ നമ്മുടെ ഈ കണ്ണിനെ ആ ഒരു ഓർബിറ്റിലോട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഐബ്രോ, ഐ ലാഷസ്, അതുപോലെ തന്നെ ഐ ലിഡ്സ്, ഈ 3 പോർഷൻസും നമുക്ക് തന്നിട്ടില്ല, ഡാഷാണ് തന്നേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഐബ്രോയുടെ ഫങ്ഷൻ എന്താണെന്ന്? ഓക്കെ, ഞാൻ പറയാം. ഐബ്രോയുടെ ഫങ്ഷൻ എന്ന് പറയണേ, ഇപ്പം നമ്മുടെ മുഖത്ത് ഒരുപാട് സ്വെറ്റ്, അതായത് വേർപ്പൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ, ആ സമയത്ത് ഈ വേർപ്പും അതുപോലെ തന്നെ മറ്റ് മോയ്സ്ചർ കണ്ടൻറ്റും ഒക്കെ നമ്മുടെ കണ്ണിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട്, കണ്ണിലോട്ട് എത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഐബ്രോ, അതായത് നമ്മുടെ പുരികം എന്ന് പറയുന്ന ഒരു പോർഷൻ ഉള്ളത്. പുരികത്തിൻ്റെ ഷേപ്പ് എന്താ, ഇങ്ങനെ ഒരു ആർക്ക് പോലെ ഇരിക്കുന്നത്, വളഞ്ഞല്ലേ ഇരിക്കുന്നത്. ആ ഒരു ഷേപ്പ് അതിന് കൊടുത്തേക്കുന്നതിൻ്റെ കാര്യം നമ്മുടെ മുഖത്ത് ബാക്കിയുള്ള പോർഷൻസ് വേർക്കുമ്പോൾ ആ വേർപ്പിന് കണ്ണിലേക്ക് എത്താത്ത രീതിയിൽ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഐബ്രോ പോർഷൻ ഉള്ളത്. ഓക്കെ, ദെൻ ഐ ലാഷും നമ്മുടെ കണ്ണിനെ സുരക്ഷിതമായിട്ട് വെക്കുക എന്നുള്ളൊരു പർപ്പസ് തന്നെയാണ് ചെയ്യണേ. ഐ ലാഷിൻ്റെ മെയിൻ പർപ്പസ്, നമ്മുടെ പീലിയുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഡസ്റ്റ്, പിന്നെ അതുപോലുള്ള ഡെബ്രിസ് ഒക്കെ നമ്മുടെ കണ്ണിൽ അകത്ത് ശരിക്കും പറഞ്ഞാൽ കണ്ണിൽ പൊടി പോവാണ്ട് നോക്കുക. അന്തരീക്ഷത്തിൽ ഒരുപാട് ഡസ്റ്റും അതുപോലെ തന്നെ മറ്റു ഡെബ്രിസ് ഒക്കെ ഉണ്ടാവില്ലേ, ആ ഡസ്റ്റൊന്നും നമ്മുടെ കണ്ണിലേക്ക് എത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഐ ലാഷസ് ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നത് ഐ ലിഡ്സിനെ കുറിച്ചിട്ടാണ്. ഐ ലിഡ്സിൻ്റെ ഫങ്ഷൻ എന്താ? ഐ ലിഡ്സ് നമ്മുടെ കൺപോള എന്ന് പറയുന്ന പോർഷൻ. ആ പോർഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു നമുക്ക് നോക്കി അറിയാൻ പറ്റും, നമ്മുടെ ഈ കൺപോള ഒരു മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു ചേമ്പറാണ് ഈ കൺപോള. ഈ കൺപോളയ്ക്കുള്ളിലല്ലേ കണ്ണിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കണ്ണ് നോർമൽ രീതിയിൽ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഒരു മോയ്സ്ചർ കോണ്ടൻറ്റ് നമ്മുടെ കണ്ണിന് വേണം. അപ്പോൾ ആ ഒരു മോയ്സ്ചർ കോണ്ടൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു എന്താ പറയുക, ഒരു സ്നിഗ്ധത മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഐലിഡ്സ് അവിടെ ഉള്ളത്. പിന്നെ അടുത്ത പോർഷൻ എന്താ? കൺജക്റ്റീവയുടെ ഫങ്ഷൻ എന്താ? സെക്രീറ്റ്സ് മ്യൂക്കസ് വിച്ച് പ്രൊട്ടക്ട്സ് ദ ആൻറ്റീരിയർ പോർഷൻ ഓഫ് ദ ഐബോൾ ഫ്രം ബീങ് ഡ്രൈ.
അപ്പോൾ ഈ കൺജക്റ്റീവ എന്ന് പറയുന്ന പോർഷൻ ഒരു മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കണ്ണിൻ്റെ ഐബോൾ എന്ന് പറയുന്ന നേത്രഗോളത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ, ആൻറ്റീരിയർ പോർഷൻ ആണെങ്കിൽ ആൻറ്റീരിയർ എന്ന് വെച്ചാൽ ഫ്രണ്ട് പോർഷൻ ഡ്രൈ ആയി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൺജക്റ്റീവ ഹെൽപ്പ് ചെയ്യണേ. ഓക്കെ, ദെൻ ടിയേഴ്സ്. അപ്പോൾ നമ്മൾ വിഷമം വരുമ്പോഴൊക്കെ കരയാറുണ്ടല്ലേ. അപ്പോൾ അതല്ലാണ്ട് വേറൊരു സാഹചര്യത്തിൽ കരയാറുണ്ട്. ആലോചിച്ചിട്ടുണ്ട് ഏതാണെന്ന് മനസ്സിലായോ? നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും ഡസ്റ്റ് എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കാണ്ട് തന്നെ കണ്ണ് ടിയേഴ്സ് ഉണ്ടാവും. അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ആദ്യത്തെ പാർട്ട് ആൻറ്റീരിയർ പാർട്ടിനെ ക്ലീനും ലൂബ്രിക്കേറ്റ് ചെയ്ത്. നമ്മുടെ കണ്ണിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താ? കാഴ്ച. അപ്പോൾ ഈ കാഴ്ച എന്ന് പറയുന്ന കാര്യം നമുക്ക് സാധ്യമാക്കി തരുന്നത് കണ്ണിൻ്റെ ഒരു സ്ട്രക്ചറാണ്. അപ്പം നമ്മൾ പുറമേ കാണുന്ന ഈ ഒരു ഭാഗം മാത്രമല്ല നമ്മുടെ കണ്ണെന്ന് പറയുന്നത്, അതിൻ്റെ ഉള്ളിൽ 3 ലെയേഴ്സ് ഉണ്ട്. അപ്പം ഈ ഓരോ പാർട്സും എങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് കാഴ്ച എന്ന് പറയുന്ന ഒരു കാര്യം പോസിബിൾ ആക്കുന്നതെന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ദ ഇൻഡിക്കേറ്റേഴ്സ് റൈറ്റ് യുവർ ഇൻഫറൻസസ് ഇൻ ദി സയൻസ് ഡയറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ കണ്ണിൻ്റെ ഈ ഒരു പടം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സാംസിന് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുക ഈ ഒരു പോർഷൻ വരയ്ക്കാൻ. നിങ്ങൾക്കൊരു ഓൾറെഡി ഒരു ഫിഗർ തന്നിട്ടുണ്ടായിരിക്കും. ആ ഫിഗറിനെ റീഡ്രോ ചെയ്യാൻ പറയും, ഒന്നുകൂടെ വരയ്ക്കാൻ പറയും. എന്നിട്ട് അവർ പറഞ്ഞിട്ടുള്ള പോർഷൻസ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറയും. ഇനി നിങ്ങൾ ഈ കണ്ണിൻ്റെ ഓരോ പോർഷൻസ്, ഈ മാർക്ക് ചെയ്തേക്കുന്ന ഓരോ പോർഷൻസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പം ഓരോ പാർട്സിൻ്റെയും ഫങ്ഷൻസ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എക്സാമിന് ഈ പാർട്ട് വരച്ചിട്ട് ഈ കണ്ണിൻ്റെ മുഴുവൻ പടവും വരയ്ക്കേണ്ടി വരും. നോക്കി വരയ്ക്കാനായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് ഏതെങ്കിലും ഒരു പോർഷൻ്റെ ഫങ്ഷൻ അവർ പറയും. അപ്പം നിങ്ങൾ അത് ഏത് പോർഷനെ കുറിച്ചാണ് ആ ഫങ്ഷൻ പറയണതെന്ന് മനസ്സിലാക്കി ആ ഫങ്ഷൻ നിങ്ങൾ ഫങ്ഷൻ എന്ന് പറഞ്ഞു ആ ഒരു പാർട്ട് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ലെയേഴ്സ് ഓഫ് ദ ഐ. ഇപ്പോൾ ഈ ഫിഗർ കാണുന്നുണ്ട്. ഓരോ ഇതിനെക്കുറിച്ചും പറയുമ്പോൾ ഞാൻ ആ ഫിഗറിൽ അത് കാണിക്കാം. ഓക്കെ, നമ്മുടെ കണ്ണിൽ മെയിൻലി 3 ലെയേഴ്സ് ഉണ്ട്. ഓക്കെ, 3 ലെയേഴ്സ് ഉണ്ട്. ഈ 3 ലെയേഴ്സിലും പല പാർട്സ് വരുന്നുണ്ട്. അപ്പം മെയിൻ 3 ലെയേഴ്സിൻ്റെ പേരാണ് സ്ക്ലീറ, ദെൻ കോറോയിഡ്, പിന്നെ റെറ്റിന. ഏതൊക്കെയാണ് 3 ലെയേഴ്സ്? സ്ക്ലീറ, കോറോയിഡ്, പിന്നെ റെറ്റിന. ഒന്നുകൂടെ പറയാമോ? സ്ക്ലീറ, കോറോയിഡ്, പിന്നെ റെറ്റിന. ഇപ്പം സ്ക്ലീറ എന്ന് പറയുന്ന പോർഷനെ കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം. സ്ക്ലീറ എന്ന് പറയുന്ന പോർഷൻ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം ഇരിക്കുന്ന പോർഷനാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ സ്ക്ലീറ മാർക്ക് ചെയ്തേക്കുന്നത് കണ്ടോ? സ്ക്ലീറയുടെ മാർക്കിംഗ് ആണ് ഈ കാണിച്ചേക്കണേ. ഏറ്റവും പുറത്തുള്ള ഒരു ലെയറിനല്ലേ സ്ക്ലീറ എന്ന് സ്ക്ലീറ കാണുന്നുണ്ടോ? ഏറ്റവും ഫ്രണ്ടിലുള്ള ആ ഒരു പോർഷനെയാണ് സ്ക്ലീറ എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. ഏറ്റവും ഔട്ടർ ലെയർ. അപ്പോൾ കണ്ണിൻ്റെ ഏറ്റവും പുറത്തുള്ള ആ ഒരു ലെയറിനെയാണ് സ്ക്ലീറ എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, അതുപോലെ അടുത്ത രണ്ടാമത്തെ ലെയർ ആ ചുവന്ന കളറിൽ കാണുന്ന റെഡ് കളറിൽ കാണുന്ന പോർഷനാണ് കോറോയിഡ്. ആ ഭാഗം ചുവന്ന നിറത്തിൽ കാണുന്ന അവിടെ ഒരുപാട് ബ്ലഡ് വെസൽസ് ഉണ്ട്. അതുകൊണ്ടാണ് കണ്ണിൻ്റെ രണ്ടാമത്തെ ലെയറായിട്ടുള്ള കോറോയിഡ് റെഡ് കളറിൽ കാണുന്നത്. പിന്നെ മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് റെറ്റിന. ഓക്കെ, അവിടെയാണ് നമ്മുടെ കണ്ണിലെ റിസപ്റ്റേഴ്സ് ആയിട്ടുള്ള ഫോട്ടോ റിസപ്റ്റേഴ്സ് ഇരിക്കുന്നത്. ഓരോ പോർഷനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം പോവാം സ്ക്ലീറയിലേക്ക്. ഓക്കെ, അപ്പോൾ ഈ സ്ക്ലീറ എന്ന് പറയുന്ന പോർഷൻ ദ വൈറ്റ് ഔട്ടർ ലെയർ വിച്ച് ഗീവ്സ് ഫേംനെസ് ടു ദ ഐ മെയ്ഡ് അപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ്. അപ്പം നമ്മുടെ കണ്ണിൻ്റെ ഏറ്റവും ഔട്ടർ ലെയറാണ്, വെളുത്ത ഭാഗമാണ്. അതെന്താ ചെയ്യുന്നത്? നമ്മുടെ കണ്ണിന് ഫേംനെസ് കൊടുക്കുന്നു, അതായത് ദൃഢത കൊടുക്കുന്നു. ഒരു ഷേപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതിനുള്ളൊരു ദൃഢത കൊടുക്കുകയാണ് ഈ സ്ക്ലീറ ചെയ്യുന്നത്. സ്ക്ലീറ ഉണ്ടാക്കിയിരിക്കുന്നത് കണക്റ്റീവ് ടിഷ്യൂസ് കൊണ്ടാണ്. നമ്മൾ പലതരത്തിലുള്ള ടിഷ്യൂസിൽ കണക്റ്റീവ് ടിഷ്യൂസ് കൊണ്ടിട്ടാണ് നമ്മുടെ ഈ സ്ക്ലീറ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം സ്ക്ലീറ എന്താ? ഏറ്റവും ഔട്ടർ ലെയറിൽ കാണുന്ന ആ ഒരു വൈറ്റ് ലെയറാണ്, ഏറ്റവും ഔട്ടർ പോർഷനിലിരിക്കുന്ന വൈറ്റ് ഔട്ടർ ലെയറാണ്. അത് നമ്മുടെ കണ്ണിന് ഫേംനെസ് കൊടുക്കുന്നു. അത് ഉണ്ടാക്കിയിരിക്കുന്നത് കണക്റ്റീവ് ടിഷ്യൂസ് കൊണ്ടാണ്. എന്ത് ടിഷ്യൂസാണ്? കണക്റ്റീവ് ടിഷ്യൂസ്. ഓക്കെ, ഇപ്പോൾ സ്ക്ലീറയിൽ 2 മെയിൻ പാർട്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ ലെയറായിട്ടുള്ള സ്ക്ലീറ 2 ലെയറുണ്ട്.
മെയിനായിട്ട്. രണ്ടാമത്തത് കൺജക്റ്റീവയും. സ്ക്ലീറയുടെ ലെയേഴ്സ് എന്ന് പറയാൻ പറ്റൂല. സ്ക്ലീറയുടെ 2 മെയിൻ പാർട്സ് ആണ് ഈ കൺജക്റ്റീവയും. ആദ്യം നമുക്ക് കോർണിയ കണ്ടാലോ. ഇതാണ് കോർണിയ. കോർണിയ മാർക്ക് ചെയ്തേക്കുന്ന കണ്ടോ, ഇതാണ് കോർണിയ. അപ്പം സ്ക്ലീറ നമ്മൾ പറഞ്ഞല്ലോ, സ്ക്ലീറ എന്ന് പറയുന്ന ഔട്ടർ ലെയറിൻ്റെ 2 ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആണ് ഈ കോർണിയയും അതുപോലെ തന്നെ കൺജക്റ്റീവയും. അപ്പം ഔട്ടർ ലെയർ ആയിട്ടുള്ള സ്ക്ലീറ ഇരിക്കുന്ന കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ തന്നെ ഈ കോർണിയ വരുന്ന കണ്ടോ, കോർണിയ പുറത്തിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് കോർണിയയുടെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. കോർണിയ എന്ന് പറയുന്നത് ദ പ്രോജക്റ്റഡ് ട്രാൻസ്പെറൻറ്റ് ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ സ്ക്ലീറ വിച്ച് റിഫ്രാക്ട്സ് ലൈറ്റ് റേസ് ടു ഫോക്കസ് ഓൺ ദ റെറ്റിന. അപ്പോൾ ഈ കോർണിയ എന്ന് പറയുന്നത് നമ്മുടെ സ്ക്ലീറയുടെ പ്രൊജക്റ്റ് ചെയ്ത് പുറത്തോട്ട് നിൽക്കുന്ന ഒരു ട്രാൻസ്പെറൻ്റ് എന്താണെന്ന് അറിയാലോ, സുതാര്യമായിട്ടുള്ള. സുതാര്യം എന്ന് വെച്ചാൽ നമുക്ക് ട്രാൻസ്പെറൻറ്റ് വേർഡ് മീനിങ് അറിയില്ലേ, അതെന്ന് വെച്ചാൽ സുതാര്യം, മലയാളത്തിൽ പറഞ്ഞാൽ സുതാര്യം. പക്ഷെ നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ വാട്ടർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആണ്, നമുക്ക് കാണാൻ പറ്റുമല്ലോ വെള്ളത്തിൻ്റെ അടിയിൽ എന്താ ഉള്ളതെന്ന്, കലങ്ങാത്ത അവസ്ഥയിൽ. അങ്ങനെയുള്ള സംഭവങ്ങളെയാണ് നമ്മൾ ട്രാൻസ്പെറൻ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ കോർണിയ എന്ന് പറഞ്ഞ സ്ക്ലീറയുടെ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആൻറ്റീരിയർ പാർട്ടാണ്. ആൻറ്റീരിയർ പാർട്ട് എന്ന് പറയുന്നത് മുൻഭാഗമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കോർണിയ ചെയ്യുന്നതെന്നറിയോ? വിച്ച് റിഫ്രാക്ട്സ് ലൈറ്റ് റേസ് ടു ഫോക്കസ് ഓൺ ദ റെറ്റിന. ഈ റെറ്റിന എന്ന് പറയുന്നത് നമ്മുടെ ഐൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ലാസ്റ്റ് ലെയറാണ്. ആ ലെയറിലാണ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇരിക്കണേ. അപ്പോൾ അവിടത്തേക്ക് നമ്മുടെ ലൈറ്റ് എത്തണം, എന്നാൽ മാത്രമേ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ആ ലൈറ്റിനെ റെറ്റിനയിലേക്ക് റിഫ്രാക്റ്റ് ചെയ്യുന്ന ആളാണ് ഈ കോർണിയ. അപ്പോൾ കോർണിയ എന്ന് പറയുന്നത് സ്ക്ലീറയുടെ പ്രോജക്റ്റഡ് ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കുന്ന ആൻറ്റീരിയർ പാർട്ടാണ്. അത് ലൈറ്റിനെ റിഫ്രാക്റ്റ് ചെയ്തിട്ട് നമ്മുടെ റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അതാണ് എൻ്റെ പർപ്പസ്. ഇനി നമ്മൾ സ്ക്ലീറയുടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് കൺജക്റ്റീവയാണ്. കൺജക്റ്റീവ കാണിച്ചു തരാം. കാണുന്നുണ്ടോ ഈ കൺജക്റ്റീവ? ആ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തേക്കണേ, ഇതാണ് കൺജക്റ്റീവ എന്ന് പറയുന്നത്. The layer which covers and protects the front part of sclera except the cornea. അപ്പം നമ്മുടെ കൺജക്റ്റീവ എന്ന് പറയുന്ന പോർഷൻ എന്ന് പറയുന്നത് ഒരു ലെയറാണ്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്ലീറയിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, മുഴുവനായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. ഏത് ഭാഗം ഒഴിച്ച്? കോർണിയ. അപ്പോൾ കോർണിയ ഒഴികെയുള്ള സ്ക്ലീറയുടെ എല്ലാ പാർട്സിനെയും ഫ്രണ്ട് പാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കവർ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കൺജക്റ്റീവ എന്ന് പറയുന്നത്. കൺജക്റ്റീവ മനസ്സിലായല്ലോ. കൺജക്റ്റീവ എന്ന് പറയുന്നത് ഒരു ലെയറാണ്. ഈ ലെയർ നമ്മുടെ സ്ക്ലീറയുടെ ഫ്രണ്ട് പാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. കോർണിയ ഒഴികെയുള്ള എല്ലാ പാർട്ടിനെയും, ഫ്രണ്ട് പാർട്ടിലുള്ള എല്ലാ ഭാഗങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് കൺജക്റ്റീവയുടെ ഫങ്ഷൻ. അപ്പോൾ ഇതോടുകൂടെ സ്ക്ലീറ എന്ന് പറഞ്ഞ പോർഷൻ കഴിഞ്ഞു. ഇപ്പോൾ സ്ക്ലീറയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? കോർണിയ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കൺജക്റ്റീവ് ഉണ്ടായിരുന്നു. കോർണിയ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് ആൻറ്റീരിയർ പോർഷൻ ആയിരുന്നു സ്ക്ലീറയുടെ. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ലൈറ്റിനെ റിഫ്രാക്റ്റ് ചെയ്തിട്ട് നമ്മുടെ റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യുക ചെയ്യുന്നത്. കൺജക്റ്റീവ എന്ന് പറയുന്നത് ഒരു ലെയറാണ്, സ്ക്ലീറയുടെ തന്നെ ലെയറാണ്. സ്ക്ലീറയുടെ കോർണിയ ഒഴികെയുള്ള എല്ലാ പോർഷനെയും ഫ്രണ്ട് പോർഷനെ കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് കൺജക്റ്റീവ ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള സ്ക്ലീറയെ കുറിച്ച് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ലെയർ, ഈ റെഡ് കളറിൽ കാണുന്ന ലെയറില്ലേ, ഈ റെഡ് കളറിൽ ഫുൾ കാണുന്ന ലെയറില്ലേ, ആ ലെയറിനെ പറയുന്നതാണ് കോറോയിഡ് എന്ന് പറയും. അപ്പം അത് മിഡിൽ ലെയറാണ് കോറോയിഡ്. അപ്പോൾ ഈ കോറോയിഡ് ലെയറിലും നിങ്ങൾക്ക് 3 ഇമ്പോർട്ടൻറ്റ് പോർഷൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ കോറോയിഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കണ്ണിൻ്റെ മിഡിൽ ലെയറാണ്, നടുവിലത്തെ ലെയറാണ് ഈ കോറോയിഡ് എന്ന് പറയണേ. അപ്പോൾ ഈ കോറോയിഡിനകത്ത് നിറയെ രക്തക്കുഴലുകളാണ്, ബ്ലഡ് വെസൽസ് ആണ്. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം റെഡ് കളറിൽ കാണുന്നത് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോർഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, അപ്പോഴത്തേക്ക് മനസ്സിലാവും. ഐറിസ് കാണുന്നുണ്ടല്ലോ, ഐറിസ് പോർഷൻ. ദെൻ പിന്നെ നമ്മുടെ പ്യൂപ്പിൾ പോർഷൻ കാണുന്നുണ്ടോ? പ്യൂപ്പിൾ മാർക്ക് ചെയ്തേക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, ഐറിസും പ്യൂപ്പിളും കണ്ടു. പിന്നെ വരുന്ന മേജർ പാർട്ട് നമ്മുടെ ലെൻസാണ്.
അപ്പോൾ മെയിനായിട്ട് നമ്മുടെ കോറോയിഡ് എന്ന് പറയുന്ന മിഡിൽ ലെയറിൽ വരുന്ന പോർഷൻസ് ഈ ഐറിസ്, പിന്നെ അതുപോലെ തന്നെ പ്യൂപ്പിളും അതുപോലെ ലെൻസുമാണ് വരുന്നത്. അപ്പം നമുക്ക് ഈ 3 പോർഷൻസും എന്തെന്തൊക്കെ കാര്യങ്ങളാണ് കണ്ണിൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഐറിസ് എന്ന് പറയുന്ന പോർഷൻ എന്ന് പറയുന്നത് ദ പാർട്ട് ഓഫ് ദി കോറോയിഡ് സീൻ ബിഹൈൻഡ് ദ കോർണിയ. പ്രസൻസ് ഓഫ് ദ പിഗ്മെന്റ് മെലാനിൻ ഗീവ്സ് ദ ഐറിസ് എ ഡാർക്ക് കളർ. ഓക്കെ, ഐറിസ് എവിടെ ഇരിക്കണേ? നമ്മുടെ കോർണിയയുടെ തൊട്ട് ബാക്കിലായിട്ടാണ് ഈ ഐറിസ് ഇരിക്കണേ. കണ്ടല്ലോ? ഈ കോർണിയയുടെ ബാക്കിലായിട്ടിരിക്കുന്ന ഈ ഒരു ഐറിസ് പോർഷനിലാണെങ്കിൽ ഒരു ഡാർക്ക് കളറാണുള്ളത്. ഐറിസ് ഡാർക്ക് കളറിലായിട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മെലാനിൻ പിഗ്മെൻറ്റ്. അപ്പം നമ്മുടെ കൃഷ്ണമണിക്ക് ചുറ്റുമുള്ളൊരു പോർഷൻ ഇല്ലേ, അതാണ് നമ്മൾ ഐറിസ് എന്ന് പറയുക. മിക്ക ആൾക്കാർക്കും ആ പോർഷൻ ബ്ലാക്ക് ആയിരിക്കും, ചില ആൾക്കാർക്ക് ചില വ്യത്യാസത്തിൽ ഒരു ബ്രൗൺ കളറിലൊക്കെ കാണുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിലുള്ള മെലാനിൻ പിഗ്മെൻറ്റിൻ്റെ അളവിൽ വരുന്ന വ്യത്യാസം കാരണമാണ് ചില ആൾക്കാർക്ക് ബ്രൗൺ ആയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു പോർഷനാണ് നമ്മൾ ഐറിസ് ആയിട്ട് കാണുന്നത്. ഓക്കെ, ഐറിസ് കണ്ടല്ലോ, നമ്മുടെ കോർണിയയുടെ ബാക്കിലായിട്ട് ഐറിസ്. അപ്പോൾ ഓക്കെ, കോറോയിഡിൻ്റെ പാർട്ടാണ് ഐറിസ്. ഇനി അടുത്ത കോറോയിഡിൻ്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പ്യൂപ്പിളിനെ കുറിച്ചിട്ടാണ്. പ്യൂപ്പിളാണ് നമ്മുടെ കൃഷ്ണമണി എന്ന് നമ്മൾ പറയുന്നത്. ദ അപ്പർച്ചർ സീൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഐറിസ്, ദ സൈസ് ഓഫ് ദിസ് അപ്പർച്ചർ ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ് ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. അപ്പോൾ ഐറിസിൻ്റെ നടുക്ക് കാണുന്ന ഒരു അപ്പർച്ചർ, ഒരു ദ്വാരമാണ് നമ്മുടെ ഈ പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഈ പ്യൂപ്പിളിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി, ലൈറ്റിൻ്റെ തീവ്രത, നമുക്ക് എപ്പോഴും ഒരേ ലൈറ്റ് അല്ലല്ലോ കിട്ടുന്നത്. ചില സമയത്ത് തീവ്രത കൂടിയ പ്രകാശം നമ്മളെ കണ്ണിൽ അടിക്കാറുണ്ട്, ചില സമയത്ത് തീവ്രത കുറഞ്ഞ പ്രകാശം നമ്മുടെ കണ്ണിൽ അടിക്കാറുണ്ട്. അപ്പം അതിനനുസരിച്ച് ഈ ഐറിസിൻ്റെ നടുക്കിരിക്കുന്ന ഈ പ്യൂപ്പിൾ എന്ന് പറയുന്ന അപ്പർച്ചർ വികസിക്കുകയും അതുപോലെ തന്നെ സങ്കുചിക്കുകയും ചെയ്യും. വികസിക്കുക എന്ന് വെച്ചാൽ എക്സ്പാൻഡ് ചെയ്യുക, സങ്കോചിക്കുക എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും ചെയ്യും. ഈ ഒരു ഫിനോമിനൻ നടക്കാൻ ഇച്ചിരി ഒരു സമയം ആവശ്യമാണ്. ആ സമയം ചില സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. നമ്മൾ പുറത്ത് നല്ല വെയിലത്ത് പോയിട്ട് നമ്മളൊരു റൂമിനെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്കൊക്കെ നമുക്ക് ആ റൂമിനകത്ത് മൊത്തം ഇരുട്ടായിട്ട് തോന്നും. അതിൻ്റെ കാരണം നമ്മുടെ പ്യൂപ്പിളിന് തിരിച്ച് പഴയ അവസ്ഥ, അതായത് നമ്മൾ ആ ഒരു ലൈറ്റിൽ നിന്ന് അകത്തോട്ട് കയറുമ്പം അതിൻ്റെ പ്രവർത്തനം അത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടാത്തത് കൊണ്ടാണ്. ഈ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ചെയ്യാൻ വേണ്ടിയിട്ട് സമയം എടുക്കും. അപ്പം ആ ഒരു ടൈം കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യണേ. പിന്നെ ലെൻസ് നമ്മുടെ കണ്ണിൻ്റെ ലെൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. എല്ലാ പാർട്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോർഷനാണ് ഈ ലെൻസ് എന്ന് പറയുന്നത്. ലെൻസിൻ്റെ ഫങ്ഷൻ എന്തുവാണ്? ഇലാസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് കോൺവെക്സ് ലെൻസാണ്. അപ്പം നമ്മുടെ കണ്ണിലുള്ള ലെൻസ് എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ആണ്, അതുപോലെ ട്രാൻസ്പെറൻ്റ് ആണ്. ഇതൊരു കോൺവെക്സ് ലെൻസാണ്. നമ്മുടെ മനുഷ്യൻ്റെ കണ്ണിലുള്ള ലെൻസ് എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് ലെൻസാണ്. ഈ ലെൻസ് എവിടെ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്? സിലിയറി മസിൽസിലോട്ടാണ് അറ്റാച്ച് ചെയ്തേക്കുന്ന ലെൻസ് ഉണ്ടല്ലോ. ഈ ലെൻസ് സിലിയറി മസിൽസിലോട്ട് അറ്റാച്ച് ചെയ്തേക്കുവാണ്. എന്ത് വെച്ചിട്ട്? ലിഗമെൻറ്റ്സ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തേക്കുവാണ്. പിന്നെ ഒരു പോർഷനും കൂടെ ഞാനതിൽ വിട്ടുപോയത്, കോറോയിഡിൽ വരുന്നത് സിലിയറി മസിൽസ് ആണ്. നമ്മുടെ ഈ ലെൻസ് ലിഗമെൻറ്റ്സ് വെച്ച് പിടിപ്പിച്ചേക്കുന്നത് നമ്മുടെ സിലിയറി മസിൽസിലേക്കാണ്. ഈ സിലിയറി മസിൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്നറിയോ? സിലിയറി മസിൽസിനാണെങ്കിൽ കോൺട്രാക്ട് ചെയ്യാനും അതുപോലെ തന്നെ റിലാക്സ് ചെയ്യാനും പറ്റും. അത് നമ്മുടെ ഈ ഒരു കണ്ണിൻ്റെ ലെൻസിൻ്റെ ആ ഒരു കർവേച്ചർ, ആ കർവ്ഡ് ഷേപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ചില സമയത്ത് അതിനെ ചുരുങ്ങേണ്ടിയും വികസിക്കേണ്ടിയും ഒക്കെ വരും. അപ്പോൾ നമ്മുടെ വരുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ലൈറ്റ് ഇൻറ്റൻസിറ്റി ഒക്കെ അനുസരിച്ചിട്ട് അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഈ പോർഷൻ, അതായത് കോറോയിഡിനെ കുറിച്ച് പറഞ്ഞത് മനസ്സിലായല്ലോ. ദെൻ അടുത്ത പോർഷൻ എന്ന് പറയുന്നത്, ലാസ്റ്റ് പോർഷൻ റെറ്റിനയാണ്. ഈ യെല്ലോയിഷ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചേക്കുന്നില്ല, ആ ലാസ്റ്റ് ലെയർ ഓഫ് ദ ഐ എന്ന് പറയുന്ന റെറ്റിനയാണ്. അപ്പം റെറ്റിനയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. മെയിനായിട്ട് യെല്ലോ സ്പോട്ട്, ബ്ലൈൻഡ് സ്പോട്ട്, ഒപ്റ്റിക് നെർവിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ റെറ്റിന പോർഷനിലാണ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ഇരിക്കുന്നത്. നമുക്ക് കാഴ്ച സാധ്യമാക്കി തരുന്ന സെൽ റിസപ്റ്റേഴ്സ് ഇരിക്കുന്നത്.
അപ്പോൾ ഇതിൽ യെല്ലോ സ്പോട്ടിനെ കുറിച്ചും ബ്ലൈൻഡ് സ്പോട്ടിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പോർഷൻ, അതായത് ഈ ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ഈ പോർഷൻ മൊത്തത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതേ തന്നെ എപ്പോഴും എടുത്ത് ഈ ബ്ലൈൻഡ് സ്പോട്ടിനെ കുറിച്ചും യെല്ലോ സ്പോട്ടിനെ കുറിച്ചും ഒക്കെ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫിഗർ തന്നിട്ട് എക്സാമിനുണ്ടല്ലോ ഈ ഐയുടെ ഫിഗർ തന്നിട്ട് റീഡ്രോ ചെയ്യാൻ പറയും. എന്നിട്ട് ഈ ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ പോർഷൻ മാർക്ക് ചെയ്യാൻ പറയാറുണ്ട്. മിക്കവാറും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഈ പോർഷൻ മൊത്തത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ കാര്യം വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ യെല്ലോ സ്പോട്ട് എന്ന് പറയുന്ന പോർഷൻ, യെല്ലോ സ്പോട്ട് കാണിച്ചു തരാം. ഈ കാണിക്കുന്ന പോർഷനാണ് യെല്ലോ സ്പോട്ട് എന്ന് പറയുന്ന റെറ്റിനയുടെ. റെറ്റിനയുടെ യെല്ലോ സ്പോട്ട് എന്ന് പറയുന്ന പോർഷൻ എന്ന് പറയുന്നത് ഒരുപാടധികം ഫോട്ടോ റിസപ്റ്റേഴ്സ് ഇങ്ങനെ തിങ്ങി ഞെരുങ്ങിയിരിക്കുന്ന പോർഷനാണ് നമ്മുടെ ഈ യെല്ലോ സ്പോട്ട് എന്ന് പറയണേ. അപ്പം ഈ ഒരു പോർഷനിലാണ്, ഈ ഒരു പോയിൻ്റാണ് ഏറ്റവും കൂടുതൽ വിഷ്വൽ ക്ലാരിറ്റി നമുക്ക് കിട്ടുന്ന പോയിന്റ്. ഓക്കെ. അതേസമയം ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റാണ്. ബ്ലൈൻഡ് സ്പോട്ട് കാണിച്ചു തരാം. ബ്ലൈൻഡ് സ്പോട്ട് കാണുന്നുണ്ടല്ലോ. ഈ ബ്ലൈൻഡ് സ്പോട്ട് യെല്ലോ സ്പോട്ടിന് നേരെ ഓപ്പോസിറ്റാണ്. ഈ ബ്ലൈൻഡ് സ്പോട്ടിലാണെങ്കിൽ എന്തുവാ, ഫോട്ടോ റിസപ്റ്റേഴ്സ് ആബ്സെൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളിത് ഈ ഒരു പോർഷനെ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വിഷൻ ഇല്ല, കാരണം ഫോട്ടോ റിസപ്റ്റേഴ്സ് അവിടെ ഒന്നും പ്രസൻറ്റ് അല്ല. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്നാണ് ഒപ്റ്റിക് നെർവ് ബിഗിൻ ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്നാണ് നമ്മുടെ ഓപ്റ്റിക് നെർവ് ബിഗിൻ ചെയ്യുന്നത്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ ഇത് കളയാനൊന്നും ഇല്ല. ഈ ബ്ലൈൻഡ് സ്പോട്ട്, ഈ ഒരു പോർഷൻ തന്നെ ഒന്നും കളയാനില്ല. എങ്കിലും അത് പ്രത്യേകിച്ച് മനസ്സിൽ വയ്ക്കുക. ഈ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന പോർഷനാണ് നമ്മുടെ ഓപ്റ്റിക് നെർവിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ. പിന്നെ ഓപ്റ്റിക് നെർവ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റ്സ് ഇമ്പൾസസ് ഫ്രം ഫോട്ടോ റിസപ്റ്റേഴ്സ് ടു ദ വിഷ്വൽ സെൻറ്റർ ഓഫ് ദി ബ്രെയിൻ. സോ നമുക്ക് എന്ത് സംഭവമാണെങ്കിലും, നമ്മൾ കാഴ്ചയാണെങ്കിലും കേൾവിയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമുക്ക് നമ്മുടെ സെൻസ് ഓർഗൻ അവസാനം നമ്മുടെ ബ്രെയിനിലേക്ക് ഈ ഇമ്പൾസസിനെ കൊണ്ട് എത്തിച്ച് ബ്രെയിൻ അതിനെ അനലൈസ് ചെയ്ത് തിരിച്ച് നമുക്ക് മെസ്സേജ് തരുമ്പോഴാണ് നമ്മൾ കാഴ്ചയായിട്ടും കേൾവിയായിട്ടും ഒക്കെ സെൻസ് അറിയുന്നത്. അപ്പോൾ എന്ത് സംഭവമാണെങ്കിലും ബ്രെയിനിലേക്ക് എത്തണം. അപ്പം നമ്മുടെ കണ്ട ഒരു ഇമേജ് ഫോട്ടോ റിസപ്റ്റേഴ്സ് അനലൈസ് ചെയ്ത് ആ ഫോട്ടോ റിസപ്റ്റേഴ്സിൽ നിന്നുള്ള ആ ഒരു സന്ദേശം നമ്മുടെ ബ്രെയിനിൻ്റെ വിഷ്വൽ സെൻറ്ററിലേക്ക് എത്തിക്കുന്നത് ഓപ്റ്റിക് നെർവാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഓപ്റ്റിക് നെർവ് സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷനാണ് ഈ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന പോർഷൻ. ഓപ്റ്റിക് നെർവ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, കണ്ടുപിടുന്നു. ഓക്കെ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐയുടെ പാർട്സ്. ഈ പാർട്സ് എങ്ങനെയൊക്കെ കൂടി ചേർന്നാണ് നമുക്ക് ഇമേജ് കാണാൻ പറ്റുന്നതെന്നുള്ളത് ഇനി അടുത്ത് വരുന്ന പോർഷനിൽ പഠിക്കുന്നുണ്ട്. അതിനു മുന്നേ 2 ഫ്ലൂയിഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അക്വസ് ഹ്യൂമറിനെ കുറിച്ചും വിട്രിയസ് ഹ്യൂമറിനെ കുറിച്ചും. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റാണ്. ഈ അക്വസ് ഹ്യൂമർ എന്താണെന്ന് അറിയോ? രണ്ടിനും വ്യത്യാസമുണ്ട്. രണ്ടും ഓരോ ഫ്ലൂയിഡ്സ് ആണെങ്കിലും അക്വസ് ഹ്യൂമറിൻ്റെ ഒരു നാച്ചുറലും വിട്രിയസ് ഹ്യൂമറിൻ്റെ ഒരു നാച്ചുറലും വ്യത്യാസമുണ്ട്. അക്വസ് ഹ്യൂമർ എന്ന് പറയുന്ന ഒരു വാട്ടർ ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. അപ്പം ഒരു വെള്ളം പോലിരിക്കുന്ന ഒരു ദ്രാവകമാണ് ഈ അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത്. അതെവിടെ കാണപ്പെടുമെന്ന് അറിയാമോ? അക്വസ് ചേംബറിനകത്ത്. ഇതും പലതവണ ചോദിച്ചിട്ടുണ്ട്. അക്വസ് ഹ്യൂമർ എവിടെയാണ് കാണപ്പെടുന്നത്? അക്വസ് ചേംബറിനകത്ത്. ഈ അക്വസ് എന്നുള്ള പേര് നമ്മൾ സാധാരണ വാട്ടറിന് നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള ടേംസിലോട്ട് വരുമ്പം അക്വ എന്നുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് വാട്ടറിനെയാണ് മീൻ ചെയ്യണത്. അപ്പം ആ വാട്ടറിനെ പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ആ ഒരു ഫ്ലൂയിഡിന് അക്വസ് ഹ്യൂമർ എന്ന് പേര് വന്നിരിക്കുന്നത്. അക്വസ് ചേംബറിനകത്താണ് ഈ ഒരു ഫ്ലൂയിഡ് ഇരിക്കുന്നത് കണ്ണിനുള്ളിൽ. ആൻഡ് ഈ അക്വസ് ചേംബർ എന്ന് പറയുന്നത് എന്താണ്? അക്വസ് ചേംബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെൻസിൻ്റെയും അതുപോലെ തന്നെ കോർണിയയ്ക്കും ഇടയ്ക്കുള്ള പോർഷനെയാണ് നമ്മൾ അക്വസ് ചേംബർ എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലെൻസ് ഇരിക്കുന്നുണ്ടല്ലോ, അതും നമ്മുടെ കോർണിയയ്ക്ക് ഇടയ്ക്കുള്ള പോർഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ, ഇതിനകത്താണ് നമ്മുടെ അക്വസ് ഹ്യൂമർ ഇരിക്കുന്നത്. അക്വസ് ഹ്യൂമറിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐയുടെ ടിഷ്യൂസിന്, കണ്ണിലുള്ള കോശങ്ങൾക്കെല്ലാം ഓക്സിജനും അതുപോലെ തന്നെ നറിഷ്മെൻറ്റും ന്യൂട്രീഷ്യൻസും കൊടുക്കുക എന്നുള്ളതാണ് അക്വസ് ഹ്യൂമറിൻ്റെ ഫങ്ഷൻ. നമ്മൾ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ കേസ് പറഞ്ഞില്ലേ, നമ്മൾ ബ്രെയിനിൻ്റെ പോർഷൻ പഠിച്ച പോലെ, അതുപോലെ തന്നെയാണ് ന്യൂട്രീഷ്യൻസും അതുപോലെ ഓക്സിജനും കൊടുക്കുക എന്നുള്ളതാണ് അക്വസ് ഹ്യൂമറിൻ്റെ ഫങ്ഷൻ. ഇനി അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത് ബ്ലഡിൽ നിന്നുണ്ടായി ബ്ലഡിലേക്ക് തന്നെ തിരിച്ച് റീഅബ്സോർബ് ചെയ്യപ്പെടുന്ന ഒരു
ഫ്ലൂയിഡാണ്. അതായത് രക്തത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ് ഈ ആക്വസ് ഹ്യൂമർ. അത് രക്തത്തിലേക്ക് തന്നെ തിരിച്ച് പോവുകയും ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വിട്രിയസ് ഹ്യൂമർ. വിട്രിയസ് ഹ്യൂമർ ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. ജെല്ല് പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. ഇത് വിട്രിയസ് ചേമ്പറിനകത്താണുള്ളത്. എളുപ്പമല്ലേ ഓർക്കാൻ? ആക്വസ് ഹ്യൂമർ ആണെങ്കിൽ ആക്വസ് ചേമ്പറിനകത്താണ്, അതേസമയം വിട്രിയസ് ഹ്യൂമർ ആണെങ്കിൽ വിട്രിയസ് ചേമ്പറിനകത്താണ്. ഈ വിട്രിയസ് ചേമ്പർ എന്താണെന്ന് അറിയോ? നമ്മുടെ റെറ്റിനയ്ക്കും ലെൻസിനും ഇടയ്ക്കുള്ള പോർഷനാണ്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ഓർത്ത് വെക്കുക. അതായത് അക്വസ് ചേമ്പർ എന്ന് പറയുന്നത് കോർണിയയ്ക്കും ലെൻസിനും ഇടയ്ക്കുള്ള ഈ ഒരു കുഞ്ഞു പോർഷനാണ് അക്വസ് ചേമ്പർ എന്ന് പറയുന്നത്. അതേസമയം വിട്രിയസ് ചേമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയ്ക്കുള്ള, റെറ്റിന അറിയാലോ യെല്ലോയിഷ് പാർട്ടാണ്, ലെൻസിന് ഇടയ്ക്കുള്ള ഈ ഒരു വലിയ പോർഷനാണ് നമ്മുടെ വിട്രിയസ് ചേമ്പർ എന്ന് പറയുന്നത്. ഈ വിട്രിയസ് ചേമ്പറിനകത്താണ് വിട്രിയസ് ഫ്ലൂയിഡ് ജെല്ല് പോലെ ഇരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. ആൻഡ് ഇത് എന്തിനാണ് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കണ്ണിന് എന്താ ഷേപ്പ്? സ്പെറിക്കൽ, ഗോളാകൃതിയാണ്. അപ്പോൾ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആൻസർ സ്വയം കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് എപ്പോഴും അനലൈസ് ചെയ്യുക, അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ലെയേഴ്സ് ഓഫ് ദ ഐ ആൻഡ് ഫങ്ഷൻ. കണ്ണിലെ പല ലെയേഴ്സും അതിൻ്റെ ഫങ്ഷൻസും നമ്മളിപ്പോൾ നോക്കിയായിരുന്നല്ലോ, അത് എഴുതാൻ പറ്റില്ലേ? പൊസിഷൻ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ലെൻസ് ആൻഡ് കോർണിയ, ആ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ലെൻസും കോർണിയയും അടുത്തടുത്താണ് ഏതാണ്ട് ഇരിക്കുന്നത്. അപ്പം ഈ കോർണിയ ലൈറ്റിനെ റിഫ്രാക്റ്റ് ചെയ്തിട്ട് നമ്മുടെ റെറ്റിനയിലേക്ക് എത്തിക്കുന്നു. അപ്പം കോർണിയയിൽ നിന്ന് വരുന്ന ആ ഒരു കാര്യം അടുത്ത് തന്നെ ഇരിക്കുന്ന ആ ഒരു കോൺവെക്സ് ലെൻസിൽ കൂടെ തൊട്ടടുത്ത് തന്നെയാണ്, ഏതാണ്ട് അടുത്താണ്. എന്നിട്ട് കുറച്ച് മാറിയിട്ടാണ് നമ്മുടെ റെറ്റിന ഇരിക്കുന്നത്, അവിടുത്തെ ഫോട്ടോ റിസെപ്റ്റേഴ്സിൽ എത്തുന്നത്. അത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ എങ്ങനെയാണ് കണ്ണിനുള്ളിൽ ഈ നമ്മളൊരു വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ ഇമേജ് നമ്മുടെ ലെൻസ് എങ്ങനെ ലെൻസ് നമ്മുടെ കണ്ണിനകത്തുള്ള കോൺവെക്സ് ലെൻസാണ്, ആ ലെൻസ് എങ്ങനെയാണ് ഒരു ഇമേജ് ഫോം ചെയ്യുന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അത് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാം. പൊസിഷൻ ഓഫ് ഐറിസ് ആൻഡ് പ്യൂപ്പിൾ, അതും പിന്നെ ഡിസ്കസ് ചെയ്യാം. ലൊക്കേഷൻ ആൻഡ് ഫങ്ഷൻ ഓഫ് ഫ്ലൂയിഡ്സ് പ്രസൻറ്റ് ഇൻ ദ ഐ. കണ്ണിലുള്ള രണ്ട് ഫ്ലൂയിഡ്സാണ് അക്വസ് ഹ്യൂമറും വിട്രിയസ് ഹ്യൂമറും. ഇത് തിരിഞ്ഞു പോരുത്, കാരണം ഇത് എപ്പോഴും ചോദിക്കുന്നത് ഇവർ തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ്. എന്താണ് അക്വസ് ഹ്യൂമറും വിട്രിയസ് ഹ്യൂമറും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ അക്വസ് ഹ്യൂമർ ആണെങ്കിൽ ഓക്സിജനും നറിഷ്മെൻറ്റും കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മുടെ കോർണിയയുടെയും ലെൻസിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്ന ഒരു ഫ്ലൂയിഡാണ്. അതേസമയം വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്നത് ജെല്ല് പോലാണുള്ളത്. അതിരിക്കുന്നത് നമ്മുടെ ലെൻസിനും അതുപോലെ റെറ്റിനയ്ക്കും ഇടയ്ക്കാണ്. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് ഷേപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ തമ്മിൽ തിരിഞ്ഞു പോവാണ്ട് കറക്റ്റായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്